കാര്യങ്ങളുണ്ടൊക്കെ എന്നൊക്കെ സാറിന് ഒന്ന് ക്ലാരിറ്റി ചെയ്യാം. സാറിനുള്ള എന്തൊക്കെ ഡൗട്ട്സ് ആണ് എന്താണെന്ന് ചോദിക്കാം. അല്ല അതപ്പൊ നമുക്കിത് എൻട്രി വന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ബ്ലൈൻഡ് ആയി എടുക്കാൻ പറ്റുമോ, അല്ല വേറെ ഏതെങ്കിലും ബാക്കപ്പിൽ 2-3 സ്ട്രാറ്റജികളെ എല്ലാം ഒത്തു വരുമ്പോഴേ എൻട്രി എടുക്കാവുന്നുള്ളതുണ്ടോ? ഇല്ല ഇല്ല, ഈ ഒരു എൻട്രി വരുമ്പോൾ മാക്സിമം എന്താണ് ഏകദേശം ഒരു 70% അബോവിലുള്ള എൻട്രി മാത്രമാണ് മാർക്കറ്റ്. എല്ലാ എൻട്രീസും മാർക്കറ്റിൽ വരൂല. എല്ലാ എൻട്രീസും മാർക്കറ്റിൽ എന്നാവൂല, ഡിക്റ്റേറ്റ് ചെയ്ത് വരൂല. ഇപ്പൊ ഇവിടെ തന്നെ ഇതെല്ലാ എൻട്രിയും ഇല്ല. എനിക്ക് SRJ എന്ന് പറഞ്ഞ ഒരു ടൂൾ വന്ന് എന്റെ ട്രേഡ് വ്യൂവിൽ ഉണ്ട്. അപ്പൊ അവരുടെ ഇതിൽ ഇതേപോലെ തന്നെയാണ് സ്റ്റോപ്പ് ലോസും എൻട്രി TP എല്ലാം മാറി വരുന്നുണ്ട്. അതിലുള്ള ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ അവർ ഒരു 4 പോയിന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ടാവും, അത് ഒന്ന്, പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞതും, പിന്നെ താഴെ ഗ്രീൻ ആർ റെഡ്. ഇപ്പൊ ബൈ ആണെങ്കിൽ ഗ്രീനും സെല്ലാണെങ്കിൽ റെഡും അതൊന്ന് ഫുൾ ആവണം. അങ്ങനെ പിന്നെ ഒരു ആരോ മാർക്ക്. ഇങ്ങനെ ഒരു 3-4 എൻട്രികൾ എല്ലാം മാച്ച് ആയാൽ മാത്രമേ എൻട്രി എടുക്കാവൂന്ന് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ നോക്കി വരുമ്പോ എല്ലാം മാച്ചായി വന്ന് അത് നമ്മൾ എൻട്രി എടുത്ത് അപ്പൊ തന്നെ അത് പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോ അത് അപ്പൊ തന്നെ മാറ്റി കാണിക്കും. സെല്ലിൽ നിന്ന് ബൈയിലേക്കോ ഇതിലോ നമ്മൾ മനസ്സിലായി. ഞാൻ ഇത് 1 മിനിറ്റ് ഇട്ട് കാണിച്ചു തരാം. നമ്മളെ മാർക്കറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ ടൂളോ സിസ്റ്റവും മാറൂല. മാർക്കറ്റ് അതായത് പോകുന്നതിനനുസരിച്ച് സിസ്റ്റം ഇവിടെ മാറൂല. അത് പറയാനുള്ള റീസൺ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഇത് വെറുതെ ഇതിന്റെ ഫ്രണ്ട് എൻഡിലുള്ള ടൂളാണ്. ഇത് ഫ്രണ്ട് എൻഡിലുള്ള ടൂളാണ്. ഫ്രണ്ട് എൻഡിലെ ടൂളും കാര്യങ്ങളും ബാക്ക് എൻഡ് ഈ ടൂൾ നമ്മുടെ മെയിൻ ടൂൾ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ടൂൾ എന്ന് പറഞ്ഞാല് ഇതാണ് മെയിൻ ടൂൾ. അതാണ് ഇതിൽ അഡ്വാൻസ് ടൂൾ എന്ന് പറയുന്നത്. മാർക്കറ്റിൽ വരുന്നതാ. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടുന്ന് ക്രാഷ് ആകാൻ തുടങ്ങിയ മാർക്കറ്റ് ക്രാഷ് എന്ന് പറഞ്ഞതാ. നോർമൽ അവിടെ ക്രാഷ് അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ അവിടെ മാർക്കറ്റ് ക്രാഷ് എന്നല്ല ഉണ്ടാവില്ല. അതായത് ഇവിടെ എക്സിറ്റ് വേണ്ട. ഈ എക്സിറ്റ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് നോർമൽ ആണ്. മാർക്കറ്റ് അവിടുന്ന് ആൾക്കാർ എക്സിറ്റ് ആകുകയാണ്, പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആകുന്ന ഏരിയകളാണ്, മാനിപ്പുലേഷൻ ഏരിയ അല്ല. ഈ മാനിപ്പുലേഷൻ ഏരിയയിലാണ് ക്രാഷും അതേപോലെ പമ്പിങ്ങും നടക്കുന്നത്. റോക്കറ്റ് എന്ന് പറയുന്ന ഈ സിഗ്നൽ എന്ന് പറയുന്നത് മാർക്കറ്റ് പമ്പ് ചെയ്യുന്നത്. ഇത് കണ്ടോ, മാർക്കറ്റ് പമ്പ് ചെയ്ത് കൊണ്ടുവരാം. റോക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിലിപ്പോ എനിക്ക് ഉള്ള ഇത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ ബാക്ക് എൻഡ് നടക്കണതും ഫ്രണ്ട് എൻഡ് നടക്കണത് നമുക്ക് ഒരേ സ്ക്രീനിൽ കാണാൻ പറ്റുമോ, അല്ല ഡബിൾ സ്ക്രീൻ ആക്കിയിട്ട് ഒന്ന് കാണുമ്പോ അടുത്തത് കാണാൻ പറ്റാണ്ടാവോ? ഇല്ല, ഇത് രണ്ടും നിങ്ങൾക്ക് ഒരേ സമയം അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കുഴപ്പമില്ലാത്തതാണ്. രണ്ടും ഒരേ സമയം അപ്ലൈ ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ, അതായത് പറഞ്ഞാല് ഈ ഒരു സാധനം ഇപ്പൊ നിങ്ങളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഇതെന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിസൈനാണ്. ഇതൊരു ഡിസൈൻസ് ആണ്. അതിന്റെ ബാക്ക് എൻഡിൽ കൊടുക്കുന്ന സ്ട്രാറ്റജീസും ഇത് ഡിസൈൻസ് ആണ്. ബാക്ക് എൻഡിൽ കൊടുക്കുന്ന സ്ട്രാറ്റജീസും കാര്യങ്ങളും ആണ് ഞാൻ എന്താക്കിയത്. നമ്മളെ കാര്യങ്ങൾ അതിനാണ് ഇമ്പോർട്ടൻസ്. ഇത് ജസ്റ്റ് ഡിസൈൻ, ഇത് ടെംപ്ലേറ്റ് എന്ന് പറയും. അതായത് അത് ട്രേഡിംഗ് വ്യൂവിൽ എല്ലാവരും ഒരേ ടെംപ്ലേറ്റ് ആണ്. അപ്പൊ അത് മാത്രമാണ് അതിലുള്ളത്. അപ്പൊ നമുക്ക് മേജർ ആയിട്ട് ക്രാഷ് ആവാൻ തുടങ്ങണമെന്ന് വരുമ്പോ തന്നെ നമുക്ക് അവിടെ ക്രാഷ് എന്ന് പറഞ്ഞ് കാണിക്കും. ക്രാഷ് എന്ന് തന്നെ കാണിക്കും. ഇവിടെ നമുക്ക് ഇത് കണ്ടോ, ഇവിടെ ഓൾറെഡി സിഗ്നൽ വന്നു, സ്ട്രോങ് സെൽ എന്ന് പറഞ്ഞ സിഗ്നൽ വന്നു. അവിടെ ബിയറിന്റെ ചിഹ്നം വന്നു. നമുക്ക് ഈ ഒരു ബോക്സ് ഡാറ്റ ബോക്സ് പഠിക്കാനുണ്ട്. ഇവിടെ കണ്ടോ, ബിയറിഷ് ആണ്, എന്താണ് റിസ്ക്, എത്രയാണ് ബിയറിഷ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ പഠിപ്പിക്കും. ഇവിടെ ഓൾറെഡി സിഗ്നൽ വന്നു നമുക്ക് ഓൾറെഡി. ഇതിപ്പം ഇവിടെ നിന്ന് ഓൾറെഡി സ്ട്രോങ് സിഗ്നൽ വന്നതാണ്. ഈ ഏരിയ നിന്നൊക്കെ ആൾക്കാർ എക്സിറ്റ് ആകാൻ തുടങ്ങി. അതായത് ഇവിടെ നിന്ന് എൻട്രി ആയ ആൾക്കാർ, ഈ ഇതിൽ എൻട്രി ആയ ആൾക്കാർ എന്നായി ഇവിടെ നിന്ന് എക്സിറ്റ് ആയി. ഈ ഏരിയയിൽ നിന്ന് എക്സിറ്റ് ആയാണ് ഈ ഒരു ഡംപ് വന്നത്. ഈ സിഗ്നൽ നമുക്ക് എവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട് ബിയറിഷ്. ഇവിടെ സിഗ്നൽ വരുന്നുണ്ട് ഏറ്റവും ടോപ്പിൽ. ഇവിടെ നിന്ന് സിഗ്നൽ വന്നു ഫസ്റ്റില്. ഇവിടെ നിന്ന് എൻട്രി എടുത്ത ഈ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് തന്നെയാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ട്രേഡ് എത്രയായി ചെയ്യുന്നത്? ഞാനിപ്പോ ഒരു 4-5 കൊല്ലമായി ചെയ്യുന്നുണ്ട്. 4-5 കൊല്ലമായി ചെയ്യുന്നുണ്ട്.
4-5 കൊല്ലമായി ട്രേഡ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? സാർ ഇന്നലെ നമുക്കൊരു ടൂള് കാട്ടി തന്നിട്ടുണ്ടായിരുന്നു സാറ് യൂസ് ചെയ്യുന്നത്. സാർ ഓർക്കുന്നുണ്ടോ വസീം സാർ? അത് ഞാനത് യൂസ് ചെയ്യാറില്ല അപ്പോ. അതൊരു 3 കൊല്ലത്തിന് മുമ്പ് വാങ്ങിച്ചതാ. അതുകൊണ്ടിട്ട് സിഗ്നൽ എടുക്കാൻ വരുമ്പോ തന്നെ അത് മാറി മറിഞ്ഞ് അതിപ്പോ എങ്ങനെ യൂസ് ചെയ്യണം തന്നെ എനിക്ക് അറിയില്ല. ബട്ട് അതിപ്പോ ട്രേഡ് വ്യൂ ഓപ്പൺ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഞാൻ ഗോൾഡ് എടുക്കുകയാണെങ്കിലും BTC എടുക്കുകയാണെങ്കിലും നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ഉള്ള ഫ്യൂച്ചേഴ്സിൽ പോയി എടുക്കുകയാണെങ്കിലും എല്ലാ ഓപ്ഷനും അതിന്റെ ഉള്ളിൽ ഉണ്ട്. നമ്മുടെ ടൂള് കംപ്ലീറ്റ്ലി യൂസർ ഫ്രണ്ട്ലി ആണ്. കാരണം എന്താ വെച്ചാൽ ഈവൺ ഒരു 15 വയസ്സുള്ള കുട്ടിക്കിടക്ക നമ്മുടെ ടൂൾ വേണേ യൂസ് ചെയ്യാം. ഇപ്പോ നമ്മുടെ ടൂള് ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള നമ്മളെ ഏറ്റവും ലോവസ്റ്റ് ഏജ് വരുന്നത് 21-20 റേഞ്ചിലുള്ള പിള്ളേരാണ്. നമുക്ക് ഇന്ന് വെബിനാർ നമ്മളിൽ കയറാൻ പോകുന്നത് ഒരു 10th കഴിഞ്ഞ പിള്ളേരടക്കം നമുക്ക് ഇന്ന് വെബിനാർ കയറാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രയും യൂസർ ഫ്രണ്ട്ലി ആണ്. ഈവൻ ബിഗിനേഴ്സിനെ പോലും നമ്മുടെ ടൂൾ അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കൊടുത്തിരിക്കും എന്തായാലും. അതായത് ഇതില് സാറ് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാവരും ഈ ലോകത്ത് ഇപ്പൊ 90% ആൾക്കാർ എന്താണ് ഫെയിലിയർ ആണ്. സെബിയുടെ രജിസ്ട്രേഷൻ പ്രകാരം 90% ട്രേഡേഴ്സ് ഫെയിലിയർ ആണ്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയർ ആവാൻ റീസൺ ഇവർക്ക് ബ്ലൈൻഡാ. എല്ലാ ആൾക്കാരും ഇപ്പൊ എനിക്ക് റീസൺലി ഇപ്പൊ കഴിഞ്ഞ ഒരു ഓഫ്ലൈൻ വെബിനാർ 22 വർഷമായ ആള് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആള് പറയാണ് എന്നോട് എനിക്ക് ഇതുവരെ മാർക്കറ്റിന്റെ ഒരു എല്ലാം ബ്ലൈൻഡിലാണ് ഉള്ളത്. ഇത് ഫ്രണ്ട് എൻഡ് എന്താണ് നടക്കുന്നത്, ബാക്ക് എൻഡ് എന്താണ് നടക്കുന്നത് അതൊന്നും നമ്മളെ കൺട്രോളല്ല. പക്ഷെ നമുക്ക് ആ ഒരു ബ്ലൈൻഡ് കൺഫ്യൂഷൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കൺഫ്യൂഷൻ കുറക്കണം മാക്സിമം. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ടൂളും സിസ്റ്റമൊക്കെ എന്നാകുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഒരു ടീം എൻട്രി ആകുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന്. ഇപ്പൊ ഇവിടുന്ന് ഒരു ടീം എൻട്രി ആയിട്ടുണ്ട്. ഇവിടെ സിഗ്നൽ കൺഫർമേഷൻ വന്നു, ഇതെടുക്കണ്ട്. ഇവിടെ സിഗ്നൽ കൺഫർമേഷൻ വന്നു. ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു ഡെമോ ട്രേഡ് ആണെങ്കിൽ ഞാൻ കാണിക്കാം. ജസ്റ്റ് മാർക്കറ്റ് കണക്ട് ചെയ്യാം. ഇപ്പം ഇതിലുള്ള എല്ലാ ബ്രോക്കറും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് കണക്ട് ചെയ്തിട്ട് ഇപ്പൊ ജസ്റ്റ് ഒരു ഡെമോ ബൈ മാർക്കറ്റിൽ തന്നെ ഒരു ബൈ എടുക്കുന്നുണ്ട്. ബൈ എടുത്തതാണ് മാർക്കറ്റിൽ. ഈ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു സിഗ്നൽ വന്നു കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി അങ്ങോട്ട് പ്ലേസ് ചെയ്യാം. അതാണ് വേണ്ടത്. പിന്നെ വെറുതെ ഈ സിഗ്നൽ ഇത് മാത്രം കാര്യങ്ങൾ തരാന്നുള്ളതല്ല. ഇതിന്റെ കൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാർട്ട്, ഒരു ബ്ലൂ പ്രിന്റ് സിസ്റ്റം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞ സിസ്റ്റം അല്ല. ഇതിലുണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആദ്യത്തെ ഒരു 1 year എങ്ങനെയാണ് മാർക്കറ്റ് കാര്യങ്ങൾ പിച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ മൂവ് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ട് അതിൽ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ബ്ലൂ പ്രിന്റ് സിസ്റ്റം ആണ്. അതായത് ഒരാള് നമ്മൾ കേട്ടിട്ടുണ്ടോ 550x ഒക്കെ ആക്കുന്ന ട്രേഡേഴ്സ് മാർക്കറ്റിലുണ്ട്. ഈ 5% ട്രേഡേഴ്സ് ഉള്ളതാണ്. $100 ക്യാപിറ്റൽ കൊണ്ട് ആള് 12 മാസം കൊണ്ട് നമുക്ക് ഒരു 580 അതായത് $58,000 മേക്ക് ചെയ്യാൻ സിസ്റ്റം നമ്മൾ ഇതിന്റെ ബാക്കെൻഡ് ഈ സിസ്റ്റം അടിസ്ഥാനത്തിലാണ് ആ ടൂളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊരു സിസ്റ്റമാണ്. അതായത് 365 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യാം. ഇതിലിപ്പോ എങ്ങനെയാണ് ഞാൻ എന്റെ അടുത്തുള്ള സ്ക്രീന് ഷെയർ ചെയ്യാനെങ്കിൽ എങ്ങനെയാ ചെയ്യാൻ പറ്റുക? സ്ക്രീൻ അതിൽ നിന്ന് മൊബൈലിൽ നേരെ സ്ക്രീൻ ഷെയറിങ് കൊടുക്കണം. മൊബൈലില് എവിടെയാ എങ്ങനെയാ പോയി സെലക്ട് ചെയ്യേണ്ട? ടൂൾസിലാണോ? മൊബൈലിലാകുന്ന സമയം അവിടെ 3 ഡോട്ട് കാണിക്കും. അതില് ഒരു സ്ക്രീൻ ഷെയറിങ്ങിന്റെ ഒരു ഏരോ ഉണ്ടാവും. ഇതേപോലത്തെ ഒരു ഏരോ മാർക്ക് കാണും. ഇതുപോലത്തെ ഒരു സ്ക്രീൻ ഷെയറിങ്ങിൽ ഒരു ഏരോ മാർക്ക് കാണും. അതില് ഒരു മുകളിലേക്ക് ഒരു ഏരോ മാർക്ക് കാണും. അതില് ഓക്കെ. അപ്പൊ ഞാൻ ബാക്കിൽ പോയിട്ട് ഇപ്പോ ട്രേഡ് വ്യൂ എടുത്താൽ മതി അല്ലേ? സാറേ ഞാനൊന്ന് എക്സിറ്റ് ആവുന്നുണ്ട്. ഒരു ക്ലയന്റ് ഒരു വെബിനാറിന് അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഇതില് ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ആക്കാം.
എന്റെ സ്ക്രീൻ ഇപ്പൊ സാറിന് കാണാൻ പറ്റുണ്ടോ? കാണുന്നുണ്ട്. ഈ ടൂളാണ് എന്റെ അടുത്ത് ഉള്ളത്. എന്ന് വെച്ചാൽ ഒരു ഗ്രീന് കാണിച്ചിട്ടുണ്ടല്ലോ. ആ ഗ്രീന് വന്ന ശേഷം ആ ഒരു ബ്ലൂ കളർ ടാപ്പ് ഇത് കൊടുത്തിട്ടില്ലേ, ഒരു ആരോ മാർക്ക്. അപ്പൊ അതിന്റെ ഏറ്റവും ഉള്ള ടാപ്പ് എഡ്ജ് ഏത് ക്യാൻഡിൽ കടക്കണോ അതിനുശേഷം എടുക്കാവൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ താഴെ ഈ ഡാട്ടഡ് ഗ്രീൻ ലൈൻ ഗ്രീൻ ആയിട്ട് തന്നെ വരണം. മറ്റേ ഈ ഒരു നാരോ ലൈൻ ഒന്നും ഉണ്ടാവും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന്, അത് ഗ്രീൻ ആവണം. താഴെ ഗ്രീൻ ആവണം. ഇപ്പൊ നിങ്ങൾ ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നതിന്റെ ഏറ്റവും ടാപ്പ് എൻഡിന് മുകളിൽ ഒരു ക്യാൻഡില് കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ അടുത്ത് 1, 2, 3 4ാമത്തെ ക്യാൻഡിലാ കയറിയിരിക്കണം. അത് അപ്പൊ തന്നെ ഇറങ്ങാൻ തുടങ്ങി. സാറിന്റെ ചാർട്ട് ഒന്ന് ചെറുതാക്കറ, ഒന്ന് മൂവ് ചെയ്യറാ ലെഫ്റ്റ് സൈഡിലേക്ക്. ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യറാ, ഒന്ന് ചെറുതാക്ക് സൂം ഔട്ട് ആക്കും. കാണുണ്ടോ? ഒന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ആക്കി. ഇപ്പൊ കാണുന്നുണ്ട്. ഇതില് ഈ ഒരു സിസ്റ്റം അതില് വരുന്നുണ്ടോ സാറിന്റെ? അതായത് എന്റെ ട്രേഡ് വ്യൂവിൽ കിടക്കുന്നതാണ്. അവരൊരു 2 years ബിഫോറാ തോന്നുന്നുണ്ട്. അവര് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 10,000 കൊടുത്ത് വാങ്ങിച്ചതാണ്. 12,000 പറഞ്ഞു, 2,000 ഓഫർ ചെയ്തിട്ട് 10,000 കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിയിട്ട് എനിക്ക് ശരിക്കും ഒരു മാസം 1.5 മാസം ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് എടുക്കാണ്ട് പിന്നെ ഞാൻ കോതമംഗലം പോയി ഇരുന്ന് എങ്ങനെ വന്നാളാ എടുക്കണ്ടെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ആകെ ഒരു 3-4 ട്രേഡിന് മുകളിൽ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതില് ഞങ്ങളുടെ സിസ്റ്റം ഡിഫറെന്റ്ലി ചേഞ്ച് ആണ്. ഇവിടെ ഞങ്ങളുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ഡിക്റ്റേറ്റീവ് സ്ട്രാറ്റജീസും കാര്യങ്ങളും സ്ട്രാറ്റജി കംപ്ലീറ്റ് ആക്കി വരുന്നത്. അതായത് ഞങ്ങളെ കമ്പനി 6 years ആയിട്ട് ചെയ്യുന്നത് ഹ്യൂമൻ സ്ട്രാറ്റജീസിനെ, സാറിന് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് നമ്മളൊന്നാക്കി തരും, ഡെവലപ്പ് ചെയ്ത് തരും. സ്ട്രാറ്റജീസ് വേണം. ഞാൻ ട്രേഡ് എടുത്തു ഓൾറെഡി, ഞാൻ നേരത്തെ എടുത്തു. ഇവിടെ എൻട്രി വന്നു, നമുക്ക് കൺഫർമേഷൻ കിട്ടിയത് ഞാൻ എൻട്രി എടുത്തതാണ്. ഞാൻ ബാക്ക് എൻഡ് നോക്കിയിട്ട് എൻട്രി എടുത്തതാണ്. ഫ്രണ്ട് എൻഡ് കൺഫർമേഷൻ കറക്റ്റ് ആണ്. ബാക്ക് എൻഡ് കൺഫർമേഷൻ ഫ്രണ്ട് എൻഡ് കൺഫർമേഷൻ വളരെ കറക്റ്റ് ആണ്. ഇത് സ്റ്റോപ്പ് ലോസ് എത്ര പോയിന്റിന്റെ ഡിഫറൻസ് വരിക നിങ്ങളുടെ ഇതില്? ഏതാണ് സ്റ്റോപ്പ് ലോസ്? എൻട്രി പോയിന്റ് സ്റ്റോപ്പ് ലോസ് അത് മാറും. ഓരോ മാർക്കറ്റ് മാറുന്ന സമയം ദിവസവും മാറും. അത് എപ്പോഴും അത് സ്റ്റേബിൾ ആയിട്ടില്ല. അതായത് ഇന്ന് മാർക്കറ്റ് എന്താണ് നടക്കുന്നത് കാര്യങ്ങൾ അതിനനുസരിച്ച് എന്താന്ന് വെച്ചാൽ ഒരു മറ്റവരുടെ ഇതിൽ എപ്പോഴും നോക്കിയാലും അതിനും ഇതിനും 8 പോയിന്റിന്റെ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ TP1 8 പോയിന്റ്, TP2 8 പോയിന്റ്, അങ്ങനെയാണ് അവരുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സാധനം ഇമ്പോർട്ടൻസ് ഞങ്ങൾ കൊടുക്കുന്നത്, ഞാനിപ്പോ ഇത് നോക്കിയിട്ടല്ല എടുത്തത്. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഫ്രണ്ട് എൻഡ് നമ്മൾ ബാക്ക് എൻഡ് ടൂളാണ്. ബാക്ക് എൻഡിൽ നടക്കുന്നതനുസരിച്ച് ഫ്രണ്ട് എൻഡ് നടക്കുന്നത്. നമുക്ക് ഫ്രണ്ട് എൻഡിൽ പ്രോപ്പർ കാൽക്കുലേഷൻ ഇത് എല്ലാം ഒരുമിച്ച് വരണം. ഈ ബാക്ക് എൻഡിൽ നടക്കുന്ന സിസ്റ്റത്തിന്റെ ഞാൻ ഓൾറെഡി ബാക്ക് എൻഡ് നോക്കിയിട്ട് കൺഫർമേഷൻ എടുത്തതാണ്. നമുക്ക് ബാക്ക് എൻഡ് ആണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. അപ്പൊ രണ്ടും ആ കാര്യം നമുക്ക് എന്താണ് കാര്യങ്ങൾ കറക്റ്റ് ആണ് കാര്യങ്ങൾ. അപ്പൊ ആ രീതിയിൽ നോക്കിയാൽ മതി. കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഇത് വെച്ച് എങ്ങനെ ചെയ്യാനുള്ള സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ പെർസെന്റേജ് നമുക്ക് സക്സസ് റേറ്റ് എത്ര പെർസെന്റേജ് ഉണ്ടാവും? ഒരു ദിവസം ഒരു 5 ട്രേഡ് വന്നു എടുത്താൽ നമുക്ക് 5-ൽ എത്ര എണ്ണം പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ പറ്റും? അതായത് ഒരു സക്സസ് റേഷ്യോ എന്ന് പറയുന്നത് കാണിച്ചത് സംസാരിക്കാം. പിന്നെ നമ്മളെപ്പോഴും ഇന്നത്തെ ഒരു സക്സസ് ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ് അങ്ങോട്ട്. അതായത് ഒരിക്കലും 50% താഴെ സക്സസ് റേഷ്യോ ഇതുവരെ, അതായത് മിനിമം 50% സക്സസ് റേഷ്യോ ഏത് വേണം ഈ ട്രേഡ്. ഞങ്ങൾ ട്രേഡിംഗുമായിട്ട് നേരെ പാർട്ട്ണർഷിപ്പിലാണ് ഇത് ചെയ്യുന്നത്. ഈ സിസ്റ്റം മൊത്തം ട്രേഡിംഗിന്റെ അണ്ടറിലാണ് ഉള്ളത്. അപ്പം അവർക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു സിസ്റ്റം അവർ എടുക്കണമെങ്കിൽ മിനിമം 50% പാർട്ട്ണർഷിപ്പ് അവർക്ക് എന്താണ് നിർബന്ധമാണ്. അതായത് 50% ആക്യുറസി ആ ടൂളിൽ എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ള കൺസേൺ ആണ്. ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ്. അപ്പൊ ഇന്നത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഒരു ഇത് നടക്കുന്ന മാർക്കറ്റ്, ഇന്നത്തെ ഒരു മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു 65% ഇന്നത്തെ ഒരു മാർക്കറ്റിലുള്ളത്. 65% ഇന്നത്തെ ഒരു വിന്നിംഗ് റേഷ്യോ ഉള്ളത്. അതായത് ടോട്ടൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഫ്യൂ ട്രേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 135 ട്രേഡ്സ് കംപ്ലീറ്റ് ആയാലും 84 ട്രേഡ് സക്സസ് ആണ്, 51 ട്രേഡ് ആണ് ഫെയിലിയർ വന്നിട്ടുള്ളത്. മൊത്തം 135 ട്രേഡ് വന്നതിൽ 84 സക്സസ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 1 വീക്കിന്റെ ഉള്ളിലാണ്, 1 to 1 മന്തിനുള്ളിലാണ്. അതായത് അത് ഇന്നത്തെ ട്രേഡ് ഞാൻ കാണിച്ചത്. ഇന്നിപ്പോ എത്ര ട്രേഡ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് ഞാൻ ഇവിടെ തന്നെ കാണിച്ചത്. ഇപ്പൊ ഇവിടെ ഇന്നൊരു ട്രേഡ് കംപ്ലീറ്റ് ആയതാണ് ഈ ഒരു ട്രേഡ്.
TP4 അടിച്ച ട്രേഡാ. ഇത് നമ്മൾ തൊട്ട് മുന്നേ ഒരു TP1 അടിച്ച ട്രേഡാ. TP1 കംപ്ലീറ്റ് ആ ട്രേഡാണ് തൊട്ട് മുന്നേ. ഇത് നമുക്കൊരു TP1 കംപ്ലീറ്റ് ആയതാണ്. ഇവിടെ SL ആണ്. ഇതൊരു സ്റ്റോപ്പ് ലോസ് വന്നതാണ്. ഈ സ്റ്റോപ്പ് ലോസ് വന്നത് ഇവിടെ അത് റിക്കവറി ആയിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ലോസ് വന്നു. ഇത് റിക്കവറി ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇത് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയതാണ്. ഇന്ന് കംപ്ലീറ്റ് ആയ ട്രേഡ്. ഇത് ഇന്ന് രാവിലെ മോർണിംഗ് വന്ന ട്രേഡ്. ഇത് ഇന്നലെ നൈറ്റ് വന്ന ട്രേഡാ. നൈറ്റ് ഏകദേശം 11 മണി ആ സമയത്ത് വന്ന ഒരു എൻട്രിയാണ്. നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിസ്റ്റം. മൊത്തം ഒരുമിച്ച് വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യിക്കുന്നത്. ഇപ്പൊ ഇത് ഗോൾഡിനെ കുറിച്ച് പറഞ്ഞു. മറ്റേ നമ്മുടെ കറൻസി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ യൂറോ USDയോ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ അതിന്റെ സക്സസ് റേറ്റ് ഇതേപോലെ തന്നെയാണോ? അതായത് സാർ എപ്പോഴും കറൻസി സാർ എത്രയാണ് ചെയ്യുന്നത്? ഇല്ല, ഞാൻ കറൻസി ചെയ്യാറേ ഇല്ല. ഗോൾഡ് മാത്രമേ ചെയ്യുള്ളൂ. അതായത് നമ്മുടെ സിസ്റ്റം കറൻസിയിൽ നമ്മൾ ചെയ്തിട്ടില്ല. അത് പറയാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. എല്ലാ മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ഫോറക്സിൽ ഗോൾഡ് തന്നെയാണ് മെയിൻ. ഫോറക്സിൽ മെയിൻ ആയിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഗോൾഡിലാണ്. ബിക്കോസ് ഗോൾഡിൽ എപ്പോഴും വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ്. എവറി ടൈം ഗുഡ് ട്രേഡ്സ് എപ്പോഴും ഫോറക്സിലാണ് ഉണ്ടാവുന്നതാണ് മോസ്റ്റ്ലി എല്ലാവരും പറയണത്. ഇല്ല, ഞാൻ ചെയ്യുന്നത് തൊട്ട് ഗോൾഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ചില ആൾക്കാർ ഇപ്പൊ ഈ സിഗ്നൽ പ്രൊവൈഡേഴ്സ് എപ്പോഴെങ്കിലൊക്കെ കറൻസി കൊടുക്കും. അത് 1-2 ട്രേഡൊക്കെ എടുത്തിട്ട് 2 നിന്ന് 3 ദിവസം വരെയൊക്കെ കറങ്ങി നിൽക്കും. അത് സാർ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കറൻസിയിലാണ് ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ നടക്കുന്നത്. കറൻസി ഒരു രാജ്യത്തെ കറൻസിക്ക് ഒരു കാലത്തും അതായത് പെട്ടെന്ന് ഒരു ഹൈക്ക് കാര്യം സംഭവിക്കില്ല. കറൻസിയിൽ എപ്പോഴും ഭയങ്കര മാനിപ്പുലേഷൻ ആണ് കറൻസിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. ശരിക്കും പറഞ്ഞാല് ഫോറക്സ് ഗോൾഡ് എന്ന് പറയുന്നത് ഫോറക്സ് മാർക്കറ്റ് അല്ല. അത് ശരിക്കും ഇത് പുറത്ത് ഫോറക്സിൽ വരുന്നത്. ഫോറക്സ് എന്ന് പറയുന്നത് പക്കാ കറൻസിയാണ്. അപ്പൊ ഗോൾഡ് കമ്മോഡിറ്റിയാണ്, കമ്മോഡിറ്റി മാർക്കറ്റ് ആണ് ശരിക്കും. അപ്പൊ ആൾക്കാർ പറയുന്നത് ഫോറക്സ് ഇതിലേക്ക് വരുന്നതാണ്. അപ്പൊ മറ്റേ നമ്മുടെ ഓയിലോ ക്രൂഡ് ഓയിലൊക്കെ ഇതില് എങ്ങനെ വരുന്നുണ്ട്? ഓയിലൊക്കെ ചെയ്യാം, ക്രൂഡ് ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്യാം, സിൽവർ ചെയ്യാം, ഓയിൽ ചെയ്യാം. ഇപ്പൊ ഫ്യൂച്ചേഴ്സിനുള്ള ഗോൾഡിനും നമ്മുടെ CFDക്കുള്ള ഗോൾഡിനും വ്യത്യാസം ഉണ്ടോ? ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ ഫ്യൂച്ചേഴ്സ് വേണമെങ്കിൽ ഇതിൽ തന്നെ നോക്കാമല്ലോ. നമുക്ക് സിഗ്നൽസ് ഇതിൽ തന്നെ നോക്കാം. ട്രേഡിംഗ് വ്യൂല് എല്ലാ സിസ്റ്റവും കിട്ടും. ഒന്ന് ചെയ്യാം സാറേ. ഞാനേ അടുത്ത വെള്ളിയാഴ്ച ലൈവ് മാർക്കറ്റിലേക്ക് ഞാൻ അവിടെ വരാം, കോഴിക്കോട് വരാം. നമുക്ക് ഇതാക്കി കൺഫേം ചെയ്തിട്ട് അവിടെ നേരിട്ട് തന്നെ ഇരുന്ന് നോക്കി എല്ലാം 1-to-1 ഇതാക്കിട്ടെ. ഏതായാലും എനിക്ക് ഇങ്ങനെ ഒരു ടൂൾ എടുക്കാനുള്ള ഒരു ഇതുണ്ട്. ഫുൾ ടൈം ട്രേഡിംഗ് മാത്രം ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, പാർട്ട് ടൈം രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നല്ല. ഷെഡ്യൂൾ ചെയ്താൽ മതി. ഫ്രൈഡേ ആണെങ്കിൽ ലൈവ് മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. സാറ്റർഡേയില് ലൈവ് മാർക്കറ്റ് ഉണ്ടാവില്ല. ഇന്നലെ നടന്നത് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ലൈവില് വരുമ്പോ എനിക്ക് ഒരു ഹാഫ് ആൻ അവറോ 1 hour അതിൽ ഇരിക്കുമ്പോ ക്രാഷ് മുമ്പേ വരുന്നുണ്ടോ എങ്ങനെയാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാൻ പറ്റുമല്ലോ. ഇനി ഒന്ന് ഫ്രൈഡേ അധികം മാനിപ്പുലേഷൻ ഉള്ള ഡേ ആണ് ഫ്രൈഡേ എന്ന് പറയുന്നത്. ഫ്രൈഡേ മൺഡേ എന്ന് വെച്ചാൽ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ചൊവ്വ ബുധൻ വ്യാഴാഴ്ച നോർമൽ ആയിട്ട് ഉണ്ടാവും മാർക്കറ്റ് എപ്പോഴും. ഈ 2 ദിവസം മാനിപ്പുലേഷൻ കൂടുതലാണ്. ഞാൻ ഇതുവരെ 5 കൊല്ലത്തിൽ ചെയ്യണതിൽ ഞാൻ പഠിച്ചത്. തീർച്ചയായും മാർക്കറ്റ് ക്ലോസ് ആവുന്ന ഡേയും പിന്നെ മൺഡേ എന്ന് പറഞ്ഞ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഡേയും അല്ല. അപ്പൊ അതിന്റേതായ മാനിപ്പുലേഷൻസ് ഓൾറെഡി ഉണ്ടാവും. അപ്പൊ ആ ദിവസങ്ങളിൽ ഞാൻ അധികം ട്രേഡ് എടുക്കാറില്ല. അപ്പൊ അതാണ്. അങ്ങനെ നമ്മള് ഒതുങ്ങിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു ടൂൾ ഉണ്ടെങ്കിൽ അന്നും കൂടി എടുക്കാമല്ലോ എനിക്ക്. ഈ ടൂള് സാറിന് ഞാൻ പറയാലോ 100% സാറിന് യൂസ് ആവും. കാരണം എന്താ വെച്ചാല് ഓൾറെഡി ഇവിടെ നമ്മളെ ആൾക്കാർ തന്നെ അത് ട്രേഡ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി പ്രോഫിറ്റിലാണ്. ഇതിനിപ്പോ എത്ര ദിവസം ട്രെയിനിങ് ഉണ്ടാവും നിങ്ങളുടെ ഇതില്? ഞാൻ ഇതൊക്കെ ഫുൾ പഠിക്കാം. എങ്ങനെയാണ് ഇതിന് പഠിച്ചിറങ്ങാനുള്ളതാണോ? ടോട്ടൽ നമുക്കൊരു അത് സാറിന് ഇപ്പോൾ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് 2 to 3 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം സെക്ഷൻ. അതെ, ഞാൻ വന്ന് പഠിക്കുകയാണെങ്കിൽ എത്ര ഇത് ഉണ്ടാവും അതിന്? ഹലോ സാർ അതിന്റെ 3 days ഉണ്ട്. സാറിന് അത് ഇപ്പൊ അതായത് ശരിക്കും ഒരു 1 day കൊണ്ട് സാറിന് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്യാം. സാറിന്റെ അത് സാറിന്റെ ഇതുപോലെയാണ്. അല്ലല്ല, എനിക്ക് ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെടുക്കണം. അത് 2 days 3 days നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ടൈം എത്ര മണി തൊട്ട് എത്ര മണി വരെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓഫീസ് ടൈമിംഗ് 10 to 5 ആണ്. സ്ഥലം എവിടെയാണ് പറഞ്ഞത്? ഞാൻ ഇരിഞ്ഞാലക്കുട.
തൃശ്ശൂരാണ്. ഓക്കെ. എനിക്ക് അടുത്തായിട്ട് വരും. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് സാർ എങ്ങനെ പ്ലാൻ ചെയ്തത്? ഓഫീസ് ടൈം വന്നാൽ ഇപ്പൊ രാവിലെ മോർണിംഗ് വന്നാൽ മതി. ഓക്കെ, നമുക്കത് നെക്സ്റ്റ് ഫ്രൈഡേക്ക് പ്ലാൻ ചെയ്യാം. അപ്പോ പ്ലാൻ ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ വന്ന് നോക്കിയിട്ട് നമുക്ക് എല്ലാം ക്ലിയർ ആവാണെങ്കിൽ പൈസ അടിച്ചിട്ട് ഒരു 2 ദിവസം ട്രെയിനിങ് ആവാണെങ്കിലും ഫുള്ള് കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് സക്സസ് ആയി ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാം. ഓക്കെ. അങ്ങനെ വൈൻഡപ്പ് ചെയ്താൽ സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്യട്ടെ സാർ? ഓക്കെ, വൈൻഡപ്പ് ചെയ്തോളൂ. ഓക്കെ. താങ്ക് യു.